എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യ ലഹരി പഠനം 64-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 64. അവിശ്രാന്തം പത്യുർഗുണഗണകഥ ആമ്രേടന ജപാപുഷ്പച്ഛായ തവ ജനനി ജിഹ്വാജയതി സാ യഥാ അഗ്രാസീനായ സ്ഫടികദൃഷ്ടദച്ഛ വിമയി സരസ്വത്യാ മൂർത്തി പരിണമതി മാണിക്യവപുഷ. എന്നൂടെ പറയാം. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമ്രേടന ജപാപുഷ്പച്ഛായ തവ ജനനി ജിഹ്വാജയതി സാ യദാഗ്രാസീനായ സ്ഫടികദൃശദച്ഛവിമയി സരസ്വത്യാ മൂർത്തി പരിണമതി മാണിക്യവപുഷ. അല്ലയോ ജഗന്മാതാവേ, അല്ലയോ ജഗദംബേ, അല്ലയോ മഹാദേവി, സദാസമയത്തും തൻ്റെ ഭർത്താവായ പരമശിവൻ്റെ വിജയഗാഥ, അതായത് ത്രിപുര വിജയാദി കഥകളുടെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടും ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പോലെയുള്ള കാന്തിയോടും കൂടിയ നിൻ തിരുവടിയുടെ രസന നാവ് സർവോത്കർഷേണ വർത്തിക്കുന്നു. ഈ രസനയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതീ ദേവിയുടെ സ്ഫടികം പോലെ അതിനിർമ്മലമായ ശരീരം പത്മരാഗമായി പരിണമിക്കുന്നു. ഇവിടെ ദേവിയുടെ നാവിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലയോ ജഗന്മാതാവേ, അല്ലയോ ദേവി. ദേവി എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേവി എപ്പോഴും തൻ്റെ ഭർത്താവായ പരമശിവൻ്റെ ഗുണഗണ കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ജപം പോലെയാണ്. അങ്ങനെ ജപിച്ച് നാവിൻ്റെ തുമ്പ് ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയുള്ളതും ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പോലെ ശോഭിക്കുന്നതാണ്. അപ്പം എപ്പോഴും ദേവിയുടെ നാവിങ്ങനെ ഇത് തന്നെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് വിജയിക്കുന്നു. ആ നാവിൻ തുമ്പ് എപ്പോഴും ഏത് നിറത്തിലാണ്? ചുവപ്പ് നിറമാകുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ വാഴ്ത്തിപ്പാടാനായിട്ട് ദേവിയുടെ നാവിൻ തുമ്പിൽ സരസ്വതീ ദേവി വിളയാടുന്നു. അപ്പോൾ സരസ്വതീ ദേവി സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ നാവിൻ തുമ്പിലാണ്. അപ്പോൾ സരസ്വതീ ദേവിയുടെ സ്ഫടികം പോലെ അതിനിർമ്മലമായ ശരീരവും പത്മരാഗമായി പരിണമിക്കുന്നു. ദേവിയുടെ ആ ചുവപ്പ് നിറം, സരസ്വതീ ദേവിയുടെ സ്ഫടികം പോലെയുള്ള അതിനിർമ്മലമായ ശരീരത്തിൽ ഈ ദേവിയുടെ ഈ ചുവപ്പ് നിറം പതിക്കുമ്പോൾ, അല്ലെങ്കിൽ ചുവപ്പ് നിറം അതിൻ്റെ പ്രകാശം കൊണ്ട് സരസ്വതീ ദേവിയും ചുവപ്പ് നിറമായി മാറുന്നു. സരസ്വതീ ദേവി സ്ഫടികം പോലെ പരിശുദ്ധമാണ്, തൂവെള്ള നിറമാണ്. പക്ഷേ ദേവിയുടെ നാവിൻ തുമ്പിൽ വിളങ്ങുന്നത് കൊണ്ട്, ദേവിയുടെ നാവിൻ തുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എന്താകുന്നു? ഈ സരസ്വതീ ദേവിയും പത്മരാഗമായി ഭവിക്കുന്നു. ശുദ്ധ സ്ഫടിക സങ്കാശമായ വാണീദേഹം, ശുദ്ധ സ്ഫടിക സങ്കാശമായ വാണീദേഹം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ നല്ല സ്ഫടികം പോലെ തിളക്കമുള്ള ആ സരസ്വതീ ദേവിയുടെ ദേഹം രസനരാഗവ്യാപ്തിയാൽ എന്ന ദേവിയുടെ നാവിൻ തുമ്പിൽ വിളങ്ങുന്നതായതുകൊണ്ട് പത്മരാഗ സങ്കാശമായി ഭവിക്കുന്നു, ശുദ്ധ രക്തവർണ്ണമായി ഭവിക്കുന്നു. അപ്പം ദേവി ജിഹ്വാഹൃത്തിൽ, ദേവി ജിഹ്വ എന്ന് പറഞ്ഞാൽ ദേവിയുടെ നാവിൻ തുമ്പിൽ സദാ സരസ്വതീ ദേവി സ്ഥിതി ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മുടെ ദേവി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മഹാദേവി ജഗദംബ സദാസമയം തൻ്റെ ഭർത്താവായ പരമശിവൻ്റെ ത്രിപുര വിജയാദി ഗുണഗണ കഥകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ജപം പോലെയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഗുണഗണ കഥകൾ ഇങ്ങനെ ഒരു ജപമായി ജപിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ നാവ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പോലെ ഉള്ള കാന്തിയോടുകൂടി, എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ എന്ന് വെച്ചാൽ നല്ല ചുവപ്പ് നിറമാണ്, അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ദേവിയുടെ നാവിൻ തുമ്പ് നല്ല ചുവപ്പ് നിറത്തിൽ
വിജയിക്കുന്നു. ഈ രചനയുടെ അഗ്രത്തിൽ ഈ നാവിൻ്റെ തുമ്പിൽ വിളങ്ങുന്ന സ്തുതി ചെയ്യുന്നത് ആരാണ്? സരസ്വതീ ദേവിയാണ്. കാരണം ദേവി ഇങ്ങനെ ഇടതടവില്ലാതെ എപ്പോഴും ഭഗവാന്റെ ഗുണഗണകഥകൾ എന്താ പറയുന്നത് ജപിക്കാൻ സഹായിക്കുന്നത് ആരാണ്? സരസ്വതീ ദേവി. അപ്പം സരസ്വതി ദേവി സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ നാവിൻ തുമ്പിലാണ്. അങ്ങനെ ദേവിയുടെ നാവിൻ തുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദേവിയുടെ ആ ചുവപ്പ് നിറം ശുദ്ധ സ്ഫടിക സമാനമായ സരസ്വതീ ദേവിയുടെ ദേഹവും എങ്ങനെയാക്കുന്നു? ചുവപ്പ് നിറമാക്കി പത്മരാഗമാക്കി മാറ്റുന്നു. അവിശ്രാന്തം പത്യുർ ഗുണകഥ ആമ്രേടന ജപാപുഷ്പഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യദഗ്രാസീനായ സ്ഫടിക ദൃഷ്ടദച്ഛവിമയി സരസ്വത്യാമൂർത്തി പരിണമതി മാണിക്യവപുഷ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.